നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ എത്ര പുകഴ്ത്തിയാലും ശശി തരൂരിന് മതിയാകാത്ത സ്ഥിതിയാണ്. ഒന്ന് പുകഴ്ത്തും, തിരുത്തും, വീണ്ടും പുകഴ്ത്തും. തൽക്കാലം മിണ്ടണ്ട എന്നാണ് ഇതേക്കുറിച്ച് ഹൈക്കമാൻഡിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്നത് പാർട്ടിക്ക് എത്ര ഗുണം ചെയ്യില്ല എന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തൽക്കാലം കമാന്ന് മിണ്ടണ്ട. നേതാക്കൾ പരസ്യ പ്രതികരണത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന കർശന നിർദ്ദേശം നൽകി കഴിഞ്ഞു. പാർട്ടിക്ക് അതീതനായി പ്രവർത്തിക്കുന്ന തരൂറിനെ ഹൈക്കമാൻഡ് നിയന്ത്രിക്കണമെന്ന പൊതുവികാരം ശക്തമാണ്. പക്ഷേ മിണ്ടാനാകില്ല. അതുകൊണ്ട് തന്നെ കെ മുരളീധരനെ പോലുള്ളവർ പറയുന്നുണ്ട് ഇതൊന്നും കാര്യമാക്കാനില്ല എന്ന്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവർ വിമർശിക്കുന്നുമുണ്ട്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും തരൂർ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നില്ല എന്ന വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ശക്തമാകുന്നുണ്ട്. തിരുത്താൻ ശ്രമിച്ചാലും ഒന്നിനു പുറകെ ഒന്നൊന്നായി ശശി തരൂർ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുന്നു എന്ന് ചുരുക്കം. ഈ സാഹചര്യം സംസ്ഥാന നേതാക്കൾക്ക് തെല്ലൊന്നുമല്ല അരിശമുണ്ടാക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതിന്റെ മാനക്കേട് മാറും മുൻപാണ് മോദിക്കുള്ള ഗുഡ് സർട്ടിഫിക്കറ്റ് ശശി തരൂരിന്റെ വക ലഭിച്ചത്. പാർട്ടിക്ക് പുറത്തും സ്വീകാര്യതയുള്ള തരൂർ എതിരാളികളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് സമൂഹത്തിൽ സ്വാധീനമുണ്ടാക്കും എന്നതാണ് ആശങ്കയാകുന്നത്. നേതാക്കൾ ഒന്നാകെ എതിർത്തിട്ട് പോലും തിരുത്താൻ ശ്രമിച്ചാലും ന്യായങ്ങൾ നിരത്തി നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന തരൂർ ശൈലിയാണ് കേരളത്തിലെ നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. പ്രവർത്തക സമിതി അംഗമായതിനാൽ പാർട്ടിയെ കുഴപ്പത്തിലാക്കുന്ന തരൂറിന്റെ നിലപാടുകളിൽ സംഘടനാപരമായി ഇടപെടാൻ KPCCക്ക് പരിമിതികളും ഉണ്ട്. ഹൈക്കമാൻഡ് തന്നെ ഇക്കാര്യത്തിൽ ഇടപെടട്ടെ എന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ മിണ്ടണ്ട എന്ന നിലപാടിലും. ഇത് തന്നെയാണ് ശശി തരൂരിന്റെ മുന്നോട്ടുള്ള പോക്കിന് ആർജവം പകരുന്നത്. മണ്ഡലത്തിൽ ശശി തരൂർ സജീവമല്ല എന്ന വിമർശനം തിരുവനന്തപുരത്തെ നേതാക്കളും അടക്കം പറയുന്നുണ്ട്. വ്യക്തിപ്രഭാവത്തിനും അപ്പുറം തീരദേശ മേഖലയിൽ നിന്നുൾപ്പെടെ രാഷ്ട്രീയ വോട്ടുകൾ നേടിയാണ് ഇത്തവണ ശശി തരൂർ ജയിച്ചിരിക്കുന്നത്. ഇക്കാര്യം മുതിർന്ന നേതാക്കൾ തന്നെ ശശി തരൂരിനെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. എന്നാൽ ആരെയും കൂസാത്ത നിലപാടിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തരൂരിന്റെ തീരുമാനം. ഇനി ഒരു വിവാദത്തിന് കൂടി ശശി തരൂർ തിരികൊളുത്തിയാൽ പുകയുന്ന അതൃപ്തി ആളിക്കത്തുമെന്ന ആശങ്ക കോൺഗ്രസ് ക്യാമ്പുകളിൽ ശക്തവുമാണ്. ഒരു വശത്ത് തരൂർ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ നേതാക്കൾ പരസ്യ പ്രതികരണത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശം നൽകുമ്പോൾ അനാവശ്യ പ്രതികരണങ്ങൾ വേണ്ട എന്നുകൂടി ഹൈക്കമാൻഡ് പറഞ്ഞു വെക്കുന്നു. കാരണം ഇത് എതിർ പാർട്ടികൾക്ക് പ്രചരണായുധമായി മാറും. ആ പ്രചരണായുധം നമ്മളായിട്ട് നൽകേണ്ട എന്നാണ് വിലയിരുത്തൽ. നേതാക്കൾ പരസ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ അതുകൊണ്ട് വിട്ടുനിൽക്കണം. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നരേന്ദ്രമോദിയുടെ ഇടപെടലിനെ പ്രശംസിച്ചായിരുന്നു ശശി തരൂർ ഏറ്റവും ഒടുവിലായി രംഗത്തെത്തിയത്. 2023 സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധി തന്നെ ഈ വിഷയത്തിൽ പറഞ്ഞു തങ്ങൾക്കൊരു വിരോധവുമില്ല, സർക്കാരിന്റെ നയങ്ങൾ ശരിയെന്ന്. രാഹുൽ ഗാന്ധി പറഞ്ഞത് താനും ആവർത്തിച്ചു. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിക്ക് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളോട് യോജിപ്പുണ്ട് എന്നാണ് ശശി തരൂർ പറഞ്ഞിരുന്നത്. ഒരു തിരുത്തലിനും തയ്യാറാകാതെ തരൂർ മുന്നോട്ട് പോവുകയാണ്. ഇത് തീർത്തും പ്രതിരോധത്തിലാക്കുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. കോൺഗ്രസ് ദേശീയ നേതൃത്വം പൂർണ്ണമായും വെട്ടിലാകുമ്പോൾ BJP അനുകൂലിച്ച് തരൂർ ദേശീയ നേതൃത്വത്തെ തുടർച്ചയായി എന്തിനാണ് ഇങ്ങനെ വെട്ടിലാക്കുന്നത്, എങ്ങോട്ടാണ് തരൂരിന്റെ പോക്ക് എന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നിട്ടുമുണ്ട്.